ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ വാങ്ങിച്ചു. സ്ഥിരം വാങ്ങാറുള്ള ഷോപ്പിൽ നിന്നല്ല. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ടീ ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് വാങ്ങിയത്. അവിടുത്തെ ഫുഡ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടുന്ന് കുറേ ആയിട്ട് വാങ്ങാറൊന്നുമില്ല. ഇപ്പോൾ അവിടെ നല്ല ഫുഡ് കിട്ടുന്നുണ്ടെന്ന് ഒന്ന് രണ്ട് പേര് കഴിച്ചവർ പറഞ്ഞു. അവിടുത്തെ കുക്ക് മാറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. സംഭവം ശരിയാണ്, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. ആരും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ല വലിയ മസാല ദോശയാണ്. 6 റിയാലാണ് ഇതിൻ്റെ വില. പാഴ്സലായതുകൊണ്ട് തന്നെ ദോശ പൊതിഞ്ഞു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ക്രിസ്പ്നെസ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ അവിടെ അധികം സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, പുറത്താണെങ്കിൽ നല്ല ചൂടാണ്. അതുകൊണ്ട് പോകാനും ഒരു മടി. ആദ്യം ആ ദോശ എടുത്തിട്ട് ആ ചട്നിയുടെയും സാമ്പാറിൻ്റെയും കൂടെ മാറി മാറിയിട്ടൊന്ന് കഴിച്ചു നോക്കി. സംഭവം കൊള്ളാം, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ചട്നിയാണെങ്കിൽ നല്ല തിക്ക് ഉണ്ട് കേട്ടോ. സാധാരണ ചിലപ്പോൾ വെള്ളം പോലത്തെ ചട്നിയൊക്കെയാണ് കിട്ടാറ്. ഇത് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ അതുപോലെ ദോശ ആണെങ്കിലും നല്ല സോഫ്റ്റാണ്. സാമ്പാർ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഒരു നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്ന പോലത്തെ സാമ്പാറല്ല. അത്രയ്ക്കും ടേസ്റ്റ് കൂടുതൽ കിട്ടാറില്ല സാമ്പാറിന് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ. പിന്നെ കുറച്ച് ചട്നി കൂടി എടുത്തിട്ട് ആ ദോശയിൽ ഒഴിച്ചിട്ട് ആ ചട്നിയും സാമ്പാറും പിന്നെ മസാല ഉണ്ടല്ലോ, അതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കൂട്ടിക്കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി. സംഭവം നല്ല കിടിലനായിരുന്നു കേട്ടോ, എല്ലാം കൂട്ടി കഴിക്കാനായിട്ട്. മസാല ആണെങ്കിലും വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉരുളൻകിഴങ്ങും ക്യാരറ്റും പിന്നെ പച്ചമുളകും പിന്നെ കടുക് കാച്ചിയതും. വേറെ അധികം സ്പൈസി ആയിട്ടൊന്നുമില്ല. സിമ്പിളാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്ത് കഴിക്കുമെന്നായിരുന്നു ചിന്ത. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കണോ അത് വീട്ടിലുണ്ടാക്കണമെന്നായിരുന്നു ഡൗട്ട്. അങ്ങനെ സിമ്പിളായിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് 2 ലെഗ് പീസ് വാങ്ങിച്ചു. അങ്ങനെ ലെഗ് പീസ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കി. എന്നിട്ട് നല്ല ക്രിസ്പായിട്ട് ചിക്കൻ വറുത്തെടുത്തു. പിന്നെ നല്ല ജീരകശാലയുടെ അരി കൊണ്ട് നല്ല കിടിലം ബിരിയാണി ഉണ്ടാക്കി. നല്ല മൈൽഡ് ഫ്ലേവറിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം ദം ചെയ്യാൻ വെച്ചു. പിന്നെ ചോറ് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. മസാല ആണെങ്കിലും പിന്നെ ഗരം മസാലയുടെ പൊടിയൊക്കെ മേലിട്ടുണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് വേണം വിളമ്പാനായിട്ട്. പിന്നെ ഇക്കാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. മൂപ്പര് നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കും. അത് വളരെ പെട്ടെന്നായിട്ട് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കും. റൈസ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ ചൂട്ടോടെ ആവി മൂക്കിൽ കടിക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കാര്യമായിട്ട് എസൻസോ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും മണമൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ബിരിയാണിയിലേക്ക് വിളമ്പാം. ലെഗ് പീസ് ബിരിയാണി. ചൂട്. മതി, കുറച്ച് മതി, കുറച്ച് കുറച്ച്. പിന്നെ സൈഡായിട്ട് കച്ചമ്പറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നാരങ്ങച്ചാറുണ്ട്. നാരങ്ങച്ചാറ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അത് രണ്ടും പ്ലേറ്റിലേക്ക് വിളമ്പാം. കച്ചമ്പറ് ഉണ്ടാക്കാനായിട്ട് സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഉപ്പ്, തൈര്, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അച്ചാർ, നാരങ്ങച്ചാറ്. ബിരിയാണിയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നാരങ്ങച്ചാറാണ്. നല്ല അടിപൊളിയല്ലേ നാരങ്ങച്ചാറും കൂട്ടി കഴിക്കാനായിട്ട്. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ നാരങ്ങച്ചാറാണ്. ഇത് ചെറുപ്പത്തിൽ നമ്മൾ ജ്യോതിച്ചാറൊക്കെ മേടിക്കാറില്ലേ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, ഒരു പാക്കറ്റിൽ വരുന്ന അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ജ്യോതിച്ചാറൊക്കെ ഇപ്പോൾ വരുന്നുണ്ടോയെന്ന് അറിയില്ല. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സ്ഥിരം കഴിക്കാറുള്ളതാണ് ചോറിൻ്റെ കൂടെ. ഇനി നമുക്ക് കഴിച്ചു നോക്കിയാലോ. ആദ്യം ചോറ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. റൈസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾ തൊടുമ്പോൾ തന്നെ അറിയാം. പിന്നെ മസാലയും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല മൈൽഡ് ഫ്ലേവറാണ്. അധികം സ്പൈസി ഒന്നുമില്ല കാര്യമായിട്ട്. നല്ല ഫ്ലേവർ ഉണ്ട് കഴിക്കുമ്പോൾ. ഇനി ആ ചിക്കൻ്റെ പീസ് ഒന്ന് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റി വെക്കാം. നല്ല ചൂടാണ്. ആ ചൂട് അറിയിട്ട് അതിൽ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ അത് ചൂടാറുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അപ്പോൾ തന്നെ കഴിക്കാനിരുന്നതാണ്. ചിക്കനിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ലെഗ് പീസ് തന്നെയാണ്. നല്ലപോലെ ക്രിസ്പായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 1.5 ലെഗ് പീസാണ് കേട്ടോ. നല്ല വലുപ്പമുണ്ട്. ഇനി ചിക്കനിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ ചോറിൻ്റെ കൂടെ വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. സംഭവം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്.
നല്ല ഫ്രഷ് ചിക്കൻ്റെ കൂടെ നല്ല അടിപൊളി മസാല ഒക്കെ പുരട്ടിയിട്ട് നല്ല ക്രിസ്പായിട്ട് ചിക്കൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതും ചിക്കൻ്റെ ലെഗ് പീസ് അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രക്കും അടിപൊളിയായിട്ടുണ്ട്. ഇനി കുറച്ച് കച്ചമ്പറും നാരങ്ങച്ചാറും പിന്നെ ആ ചിക്കൻ്റെ പീസും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ബിരിയാണി ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ചിക്കൻ ആണെങ്കിലും റൈസ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോൾ അടുത്ത കടയിൽ പോയിട്ട് പാലും പിന്നെ കപ്പ് കേക്കും വാങ്ങി. പിന്നെ അരിമുറുക്കുണ്ടായിരുന്നു, അതും വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് നേരെ റൂമിൽ വന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമിനടുത്തൊരു മാളുണ്ട്, അവിടെ ഒന്ന് പോയി. റോയൽ പ്ലാസ. അവിടെ പോയിട്ട് ഒരു സ്റ്റേഷനറി ഉണ്ട്, അവിടുത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ഇത് ഖത്തറിലെ തന്നെ ഏറ്റവും വലിയ പഴക്കമേറിയ ഒരു മാളാണ്. അതുപോലെ തന്നെ നല്ല ലക്ഷറീസ് മാളാണ് കേട്ടോ. ചുരുങ്ങിയത് ഒരു 20 വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് വലിയ മാളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ തിരക്ക് കുറവാണ് പൊതുവേ. എന്നാൽ ഇവിടുത്തെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കസ്റ്റമേഴ്സാണ്, അറബിക്സ്. കാരണം ഇവിടെ ഓരോ ഷോപ്പും തന്നെ പ്രീമിയം ഷോപ്പാണ്. ഓരോ പ്രൊഡക്റ്റിനും നല്ല റേറ്റാണ് ഇവിടെ. ഇപ്പോഴും ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടില്ലേ, നല്ല രസമാണ്. ക്ലാസിക് ഡിസൈനാണ്. ഒരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഫിലിമൊക്കെ കാണാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്, ഒരു 35 റിയാലൊക്കെ വരും ഇവിടെ സിനിമ കാണാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു. ഇപ്പോൾ രാത്രി എന്തെങ്കിലും കഴിക്കണ്ടേ, അങ്ങനെ തട്ടി കൂട്ടിയിട്ട് മക്രോണി ഉണ്ടാക്കി. രാത്രി പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അങ്ങനെ മക്രോണി കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ട് മുട്ടൊക്കെ ഇട്ടിട്ട് നല്ല മസാലയിൽ ഉണ്ടാക്കി. ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം ഒന്നും കഴിച്ചില്ല, കുറച്ച് കഴിച്ചുള്ളൂ. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ മക്രോണി ശരിയാവില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചപ്പോൾ സംഭവം ഷെയറായി. ആ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. ആ സ്പൈസി ആയിട്ടുള്ള മക്രോണിയിലേക്ക് കെച്ചപ്പിൻ്റെ ആ സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അതും കൂടി കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.